വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടച്ചു ഇറാൻ. അന്താരാഷ്ട്ര കരാറുകൾ ലംഘിക്കപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് ഇറാൻ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കരുതെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇറാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനിലേക്ക് ആക്രമണം നടത്തിയ അമേരിക്ക ഹോർമൂസിൽ അനധികൃത പാതയിലൂടെ സഞ്ചരിച്ച ഒരു കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായാണ് അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയത്. അനുരഞ്ജന കൃഷ്ണയുണ്ട് വിവരങ്ങളുമായി. അനുരഞ്ജന, എന്നാലും വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമ്പോൾ ഒട്ടേറെ ആശങ്കകൾ നമ്മൾക്കുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ യുദ്ധകാലത്തിന്റെ സമയത്തായാൽ കൂടി ഇത്തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചപ്പോൾ അതിന്റെ പ്രത്യാഘാതം നമ്മൾ അടക്കം അനുഭവിച്ചതാണ്. ഇനിയും ഒരു ആക്രമണ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്ന നിർണായക തീരുമാനത്തിലേക്ക് അടക്കം ഇറാൻ കടക്കുമ്പോൾ ഇനി എന്താകാം സംഭവിക്കാനിരിക്കുന്നത്? കാർത്തു, പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് കടക്കുന്നു എന്നുള്ള തരത്തിലുള്ള സൂചനകൾ നൽകിക്കൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ അനധികൃതമായ ഒരു കപ്പൽ സഞ്ചരിച്ചു എന്നുള്ള ഒരു കാര്യം ആരോപിച്ചുകൊണ്ട് കപ്പലിന് നേരെ ആക്രമണം നടത്തുകയും അതിനുശേഷം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും അനധികൃതമായ പാതയിലൂടെ ഒരു യാത്രയും വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ഇറാൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. സൈപ്രസ് പതാക വഹിച്ചുകൊണ്ട് സൈപ്രസ് പതാകയും ആയി പോകുന്ന ഒരു കപ്പലിലേക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യാക്രമണവുമായി അമേരിക്കയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇറാൻ നടത്തിയ ആക്രമണത്തിലൊരു കപ്പലിലൊരു ഉദ്യോഗസ്ഥനും കപ്പലിനും സാരമായ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രത്യാക്രമണമായാണ് അമേരിക്ക ഉടനടി തന്നെ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യാക്രമണമായി ഇറാനിലെ വിവിധ ഇടങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ബദർ അബ്ബാസിലും ഗഷാം ദ്വീപിലും സിരിക്കിലും അമേരിക്ക ആക്രമണം നടത്തുകയും ഇതൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളൊരു തലത്തിലേക്ക് തന്നെ സ്ഥിതി എത്തിയിരിക്കുകയാണ്. അമേരിക്ക ആക്രമണം നടത്തിയവിടെ തന്നെ തിരിച്ചൊരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള നിലപാടുകളൊക്കെ തന്നെയാണ് ഇറാനും നിലവിലെടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ പാതയിലൂടെയുള്ള ഒരു യാത്ര വീണ്ടും ഇറാൻ വിലക്കുക എന്നുള്ളൊരു സാഹചര്യം നമുക്കറിയാം. നമ്മളിതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇനി പോകാൻ സാധിക്കുക എന്നുള്ളത്. നേരത്തെയും ഇതുപോലൊരു നടപടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇത് പല കാര്യങ്ങളെയും പല മേഖലകളെയും പല രാജ്യങ്ങളെയും പല രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. നമ്മളടക്കം കേരളം അടക്കമുള്ള ആളുകളെ ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇത് ഒരു യുദ്ധം ഇത്തരത്തിൽ എവിടെയോ നടക്കുന്ന ഒരു യുദ്ധം ഇത്തരത്തിൽ നമ്മളെ വരെ ബാധിക്കുക എന്നുള്ളത് എത്രത്തോളം അപകടകരമായ ഒരു കാര്യമാണ് എന്നുള്ളതൊക്കെ ഇത്തരത്തിൽ നേരത്തെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്. അത്തരം ഒരു നീക്കത്തിലേക്ക് വീണ്ടും ഇറാൻ കടക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് വരും ദിവസങ്ങളിലൊക്കെ തന്നെയായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിനൊരു പ്രത്യാക്രമണം ഒരു മറുപടി എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ തന്നെ ഏറെയാണെന്ന് പറയാതെ ഇരിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇത്രയും കാലം ഒരു അസാന്നിധ്യത്തിലായിരുന്ന ഇറാൻ്റെ നിലവിലെ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയുടെ ഒരു സാന്നിധ്യം കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും ഇറാൻ്റെ മുൻ പരമോന്നത നേതാവുമായ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തന്നെ അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു മുന്നറിയിപ്പുമായി തന്നെ മുജ്തബ ഖമേനി രംഗത്ത് വന്നിരിക്കുകയാണെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്കയ്ക്കെതിരെ കടുത്ത പ്രത്യാക്രമണങ്ങളുമായി ഇറാൻ രംഗത്ത് വരികയാണ്. ഇറാൻ അമേരിക്കയോട് പകരം ചോദിക്കാനായി വരികയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിൽ മുസ്തഫ ഖമേനി നൽകിയിരിക്കുന്നത്. നിരപരാധിയായ തൻ്റെ പിതാവിൻ്റെ മരണത്തിനുമേൽ അമേരിക്കയോട് പകരം ചോദിക്കുമെന്നാണ് മുസ്തഫ ഖമേനി പറഞ്ഞിട്ടുള്ളത്. പ്രതികാരം എന്നുള്ളത് രാജ്യത്തിൻ്റെ ഒന്നടങ്കമായ ഒരു ആവശ്യമാണ് എന്നും ഇതിനായി രാജ്യമൊന്നാകെ ഒരുമിച്ച് നിൽക്കും എന്നുമുള്ള ഒരു പ്രഖ്യാപനമാണ് മുസ്തഫ ഖമേനി പറഞ്ഞിട്ടുള്ളത്. ടെലിഗ്രാം വഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, തൻ്റെ പിതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും അദ്ദേഹം നന്ദിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് നേരെ ഒരു മുന്നറിയിപ്പ് പ്രഖ്യാപനവുമൊക്കെ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. തങ്ങൾ എന്തായാലും ഇതിനെതിരെ അമേരിക്കയോട് പകരം ചോദിക്കും എന്നാണ് മുസ്തഫ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈകാതെ ലോകത്തിലെ എല്ലാ സ്വതന്ത്ര മനുഷ്യരും ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകുമെന്നും മുസ്തഫ ഖമേനി പറഞ്ഞിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ എന്തായാലും വീണ്ടും സംഘർഷ സാധ്യത തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നതെന്ന് പറയാതെ വയ്യ. കാരണം എല്ലാ തരത്തിലുള്ള സമാധാന ചർച്ചകളും കരാർ നിയമങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് സ്ഥിതി പോകുന്നത്. നിലവിൽ എന്തായാലും ഇറാൻ ഒരു ആക്രമണം നടത്തി അതിന് പ്രത്യാക്രമണമായി അമേരിക്കയും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിലൊക്കെ തന്നെ ഒരു സംഘർഷാവസ്ഥയിലാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത്. എത്രത്തോളം ഭയാനകമായ രീതിയിൽ ഒരു ആക്രമണത്തിൻ്റെ സ്ഥിതി മാറുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. കാർത്തു.
ശരി, വ്യക്തമാണ്. അനുരഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്.